ഹലോ നമസ്കാരം. ഞങ്ങൾ ഇന്നൊരു മീൻ പിടിക്കാൻ വേണ്ടി പോവാണ്. സാധാരണ നമ്മൾ മീൻ പിടിക്കാൻ പോകുന്നതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് ഇതിന് മുമ്പ്. പക്ഷേ അങ്ങനെയല്ല, ഇത് ബോട്ടിങ്ങിന് പോയിട്ടാണ് മീൻ പിടിക്കുന്നത്. നമ്മൾ കുറച്ചുകൂടെ കടലിനുള്ളിലേക്ക് പോയിട്ട് കുറച്ചുകൂടെ കൂടുതൽ മീൻ കിട്ടുന്ന ഏരിയയിൽ പോയി മീൻ നമ്മൾ ചൂണ്ടിട്ട് പിടിക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെ പ്ലാനിങ്. അപ്പം ഇതിനകത്തൊരു മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൽ പോയി രക്ഷിക്കാൻ പറ്റില്ല, എനിക്ക് നീന്തലും അറിയത്തില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇതിനകത്ത്. അപ്പം ഞങ്ങൾ എന്തായാലും ധൈര്യമൊക്കെ വെച്ചിട്ട് ഞാനത് ചോദിച്ചു കഴിഞ്ഞപ്പം ഒരുമാതിരിപ്പെട്ട ആർക്കും തന്നെ നീന്തൽ അറിയത്തില്ല. അപ്പം കുറച്ച് പേരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പം ഞങ്ങൾ 10 പേര് കൂടിയാണ് പോകുന്നത്. ഈ 10 പേരിൽ കുറച്ച് പേർക്ക് നീന്തൽ അറിയത്തില്ല. അപ്പം പിന്നെ തീരുമാനമായി, എന്തായാലും വെള്ളത്തിൽ പോയാൽ ആരും രക്ഷപ്പെടുത്താൻ പറ്റില്ല. എന്തായാലും നിങ്ങളും വാ, നമുക്കൊന്ന് മീൻ പിടിച്ച് നോക്കാം. അപ്പം മീൻ പിടിക്കാൻ പോകുന്നതിൻ്റെ എക്സ്പെൻസ് എങ്ങനെയാണ്, ഞങ്ങൾ എങ്ങനെയാണ് ഇത് ചെയ്തത്, ബുക്ക് ചെയ്തത് എന്നൊക്കെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് ഇടയ്ക്ക് പറയുന്നുണ്ട്. ഓ വലത് കാലോ ഇടത് കാലോ എന്താ പൊന്നെ. ഹൗ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആട്ടോ. അല്ലേ കടല കാണാൻ തന്നെയല്ലേ ചേട്ടൻ നീന്താ അറിയോ? അവൻ ഒരാളെങ്കിലും ഉണ്ട്. നമ്മൾ ഈ സാധനങ്ങളൊക്കെ എവിടെ വെക്കുന്നത്? ഓ ബെല്ലൊക്കെ ഉണ്ടല്ലോ. കഞ്ഞി വെച്ച് കുടിക്കാൻ വേണ്ടി വന്നല്ല. ആള് വെച്ച് കിടക്കൂലേ? സംഭവം അടിയില് ഇത് കിടക്കാൻ 4 പേർക്ക് സുഖമായിട്ട് കിടക്കാം കേട്ടോ. അല്ല ഇത് ഇതെനിക്ക് ഇഷ്ടപ്പെട്ടാ. ഇവിടെ 2 പേർക്ക് കിടക്കാം അല്ലേ? ഇതിനകത്ത് 2 പേര്, ഇവിടെ 2 പേര്, 2 4 2 2 4 6 പേര് സുഖമായിട്ട് കിടക്കാം. അല്ല പിന്നെ ഇവിടെ കിടക്കാമല്ലോ. എന്ത് പുള്ളിക്കാരൻ എന്തൊക്കെ ചോദിക്കുന്നത്, ഞാനും പോയി നോക്കട്ടെ. എന്നാടാ സൗത്ത് ഐലൻഡിലേക്ക് പോകുന്നു, ഇവര് ചെയ്യാറില്ല. കുറച്ച് പേരെ കണ്ടൊക്കെ ചെയ്യുന്നുണ്ട്. ആണോ? ചോദിച്ചോട്ടോ. നമസ്കാരം. ആണോ? ഒന്ന് പോയി നോക്കണല്ലോ. ഇച്ചിരി റിസ്ക് ആണ് മുകളിലേക്ക് കയറുന്നത്. പക്ഷേ ഇത് കൊള്ളാലോ പരിപാടി. ഓ മുകളിലാട്ടോ ബോട്ട് ഓടിക്കുന്ന സ്റ്റിയറിംഗ്. താഴെ ഉണ്ടെന്ന് തോന്നില്ലേ? ഓക്കെ, താഴെ ഉണ്ട്, മുകളിലുണ്ട്. വാവ്, വല്ലാത്തൊരു. ഇത് എന്ത് വഴിയാണ്? മീൻസ് ഇത് അവിടെ ഇതിനകത്ത് ഇത് ഇവിടുത്തെ മാരിടൈം ബോർഡിന്റെ ചാർട്ട് അത് ഇതിനകത്ത് ഫീഡ് ചെയ്തിരിക്കും. ഓക്കെ, ഇത് കറക്റ്റ് ഡെപ്ത് ഒക്കെ അതിൽ കാണിക്കുന്നുണ്ട്. ഇതനുസരിച്ച് പോകാൻ പാടില്ല അല്ലേ? കാരണം അതിനകത്താണ് ഡെപ്തുകളൊക്കെ കാണിക്കുന്നത്. ഓക്കെ. ഓ ആ സീന്റെ കളർ മാറി മാറി വരുന്ന ടൈപ്പിലല്ലേ? അവിടെ നമ്പർ ഉണ്ട്, കണ്ടോ? അതിന്റെ അടുത്ത് പോയി നോക്കിയാൽ നമ്പറുകൾ ഉണ്ട്. കണ്ടോ നമ്പർ? കണ്ടോ 15 10 3 കണ്ടോ? അയ്യോ ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങോട്ട് വരാം. അതാ നല്ലത്. പോവല്ലേ? ഡാമോന്നെ ഇത്രയും പ്രതീക്ഷിച്ചില്ലട്ടോ. ചത്തേരി
ചത്തേനെ ഇപ്പൊ ജസ്റ്റ് മിസ്. എല്ലാവരും കയറി പിടിച്ചിരിക്കുക. ആ പൊങ്ങുന്നല്ലേ? അല്ല അടിച്ചു. ആണോ? എന്ത്? ആ കേറിക്കോ കേറിക്കോ, ഞാൻ പിടിക്കുമ്പോ നോക്കി പിടിച്ചോളൂ, എല്ലാത്തിനും ഒരേപോലെ ബലമില്ല. ആ എനിക്കിവിടെ നിക്കണം എന്നുണ്ടായിരുന്നു. ഞാൻ ഇവിടെ നിൽക്കാമല്ലോ അല്ലേ? നോക്കി മാത്രം. ആ ഈ സാധനം എവിടെ പോയിരുന്നേ? ഇത് അങ്ങ് അടി പോകും. അടി പോയിട്ട് ബെഡിൽ റെസ്റ്റ് ആവും. ഓക്കെ. ഒരു മുകളിൽ ലൈനിൽ ഇങ്ങനെ ഒരു ലൈനിൽ ഇങ്ങനെ മാല പോലെ. ഓക്കെ, അപ്പൊ ഏത് എല്ലാം വന്ന് അതിലേക്ക് പിടിക്കും. മീൻസ് എന്നിട്ട് നമ്മൾ അത് എടുത്തിട്ടേ ഇവിടുന്ന് പോകുള്ളൂ. അതായത് ഒറ്റ ലൈനിന്റെ മുകളിൽ ഇത്രയധികം ഹുക്കുകളുണ്ട്, ഇത്രയധികം മീനുകൾക്കുള്ള പോസിബിലിറ്റി. അല്ല ഇതിനു വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ സാധനം എടുത്തില്ല ഇത് അവിടെ കിടക്കും. ഇതവിടെ കിടക്കും. മറ്റത് വേറെ, അത് വേറെ വഴിക്ക്. ഇത് അവിടെ കിടക്കും. ഓക്കെ, പിന്നെ എടുത്തിട്ട് ഇത് റിട്ടേൺ വന്നിട്ട് എടുക്കുവാണെന്ന് പറയും. ഇവിടെ ലൊക്കേഷൻ പ്ലാൻ ചെയ്തിട്ട് ഈ ലൈൻ ഇട്ടിട്ട് ഇവിടെ ഇത് കെട്ടിയിടും. ഓ അങ്ങനെ. ഇത് താഴത്ത് പോയി കിടക്കുന്ന കാരണം ലൈൻ ഡ്രാഗ് ചെയ്ത് മറ്റേ നീങ്ങി പോവില്ല. ഈ വെയിറ്റ് ഉള്ള കാരണം ബോട്ടിന്റെ താഴെ തന്നെ കിടക്കും. മനസ്സിലായി? അതിന് ഈ വെയിറ്റ്. ഓക്കെ, മനസ്സിലായി എനിക്ക്. ഞാൻ ചോദിച്ചത് അത് കഴിഞ്ഞിട്ട് ഈ ബോട്ട് എടുത്തോണ്ട് പോകുമ്പോ ഈ സാധനം അതെടുക്കും. അതറിയില്ല ഇവരെങ്ങനെ ചെയ്യണമെന്നല്ല. കാരണം ഇതിങ്ങനെ ലൈൻ കിടക്കുന്ന റിസ്ക്. പിന്നെ വലിയ കഥയുള്ള ലൈനല്ല, പക്ഷെ ഇതൊക്കെ നേരെ തിരിച്ചല്ലേ ഇടണ്ടേ? ആദ്യം വെയിറ്റുള്ള സാധനം ഇട്ടിട്ട് മീൻ പിടിക്കുന്നത് നമുക്കറിയില്ല. അങ്ങനെ ലൈൻ മറ്റേ കൂട്ടിക്കെടുക്കും. കൂട്ടിക്കെടുത്താവില്ല കേട്ടോ, അല്ലെങ്കിൽ കൂട്ടിപ്പെടുന്നതാവും. ഇവിടെ എത്ര ഡെപ്ത് ഉണ്ടെന്ന് അറിയില്ല. ചിലപ്പോൾ ഈ ലൈനായിട്ട് കൂടുതൽ ഡെപ്ത് ഇതൊക്കെ കൂടി കുരുക്കും. അതാണ് ഇവർ ഈ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നത്. പ്ലാസ്റ്റിക് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെപ്തിനനുസരിച്ച് താഴേക്ക് പോയില്ല. അങ്ങനെ ഫ്ലോട്ട് ബാക്കിയുള്ളത് പൊങ്ങി കിടന്നോളൂ അല്ലേ? Feed it out, feed it out, feed it out. No, it's gone now. Yeah, feed it out so that those hooks don't. Yeah, go out and don't tangle up. Oh, is that one baited? Can we bait that one? Yep, good. Okay, just let it go. Oh, that's good. Can you untangle the hooks? അല്ല അത് വെയിറ്റ് കിട്ടും. Josh, we are at the end. Keep letting it out. Good. Yeah, hold on. ഇങ്ങനെ ആടും. അത് ഫ്ലോട്ട് ചെയ്ത് നിൽക്കും. അപ്പോൾ വരുമ്പോൾ നമുക്ക് ഇത് എടുത്താൽ മതി. അപ്പം മറ്റേത് കിട്ടും നമുക്ക്. കേട്ടോ? അപ്പോൾ അത് സ്ട്രെയിറ്റ് ലൈനായിട്ട് കിടക്കുക സാധനം. അപ്പോൾ ആൾക്കാർക്ക് വരുമ്പോൾ അവർക്കറിയാം ഒരു സാധനം കിടപ്പുണ്ടെന്ന്. ഓ, അത് മറ്റേത് ഇതും കൂടെ തമ്മിലൊരു കണക്ഷൻ ഉണ്ടല്ലേ? സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട്. അത് തന്നെ കുഞ്ഞിരാമ. നമ്മുടെ ഫസ്റ്റ് മീൻ മീൻ കൊണ്ടിരുന്നത്
അത് ചത്തതാ. എന്തി അവന് അടിച്ചിട്ടുണ്ട്. ഇതല്ലേ ആ അത് ചെറുതാണ്. കവായ്. മാറ്റാ, ജോഡിറ്റ് മാറ്. കവായ്. ആ അടിപൊളിയാ. ഇതാണ് കവായ്. നമ്മളൊന്നും പിടിച്ചോണ്ടിരുന്ന സാധനം ഇത് തന്നെ. ആ ഇത് തന്നെ അല്ലേ. നമുക്ക് പക്ഷെ കിട്ടി, നമ്മൾ കഷ്ടപ്പെട്ടാ കിട്ടാറ്. ആ ചൂണ്ടാവന്റെ മേടിക്കടാ. ഇതാണ് കവായ്. So we started with kawai. Cowboy. Let's start with. ഇല്ലല്ല, അതിനൊന്ന് വിടിപ്പിച്ചെടുക്കണ്ടേ? ഇല്ലല്ല, ഇതൊന്നുമില്ല. ഇതൊക്കെ വലിപ്പം തന്നെയാണ്. അതിലിടും. നമ്പർ 1. ഇടായിരുന്നു. അല്ല, നമുക്ക് ഇട്ടോളെ. This weed. Okay. It's a weed. ടിറ്റോ ഇത് നോക്കിയ സാധനം. ഇവിടെ പിന്നെയും കിട്ടുന്നുണ്ട്, അവിടെ ഒന്നും കിട്ടുന്നില്ല. ജോബിച്ചേട്ടന് കിട്ടിയോ? എടുക്കുന്നുണ്ട്. നൈസ്, നൈസ് വൺ. ചേച്ചേട്ടോ പൊളി, അടിപൊളി. ആ പുള്ളി കുറെ നേർച്ചയൊക്കെ നേർന്ന്. ആ ഇത് ഏതേലാണെന്ന് അറിയത്തില്ല, ഏതോ പൊളി പൊളി പൊളി. വീടിയുണ്ട് വീടിയുണ്ട്. വൈ എന്റേതല്ലടാ. എനിക്കോ? ഞാൻ ചുമ്മാ പൊക്കിയതാ കേട്ടോ, കണ്ടിട്ടല്ല ചുമ്മാ പൊക്കി നോക്കിയതാ. ആണോ? ഗുഡ്.
ബ്ലാക്ക് ഡോട്ട് പോലെ. അതെ, റെഡ് ബോൾ കിടപ്പുണ്ട് അവിടെ. നമ്മൾ ഇട്ട് വെച്ചതിനകത്ത് എന്തെങ്കിലും ഉണ്ടാവുമോ എന്നറിയത്തില്ല. ഒരു 10 മീനെങ്കിലും കിട്ടിയാലും നല്ലതായിരുന്നു. നോക്കാം. അവിടുന്ന് ആ ബ്ലാക്ക് ഡോട്ട് ഈ 2 സാധനത്തിൻ്റെ ഇടയ്ക്ക് കണ്ടാണെന്നുള്ളത് നമ്മൾ നേരത്തെ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ ഇട്ട് വെച്ച ആ ഒരു അതൊരു 10-20 കൊളുത്തെങ്കിലോ. 20 അല്ലല്ലോ, അതിൽ കൂടുതലല്ലേ? ഒന്ന് ഇല്ല, 2 ഇല്ല, 3 ഇല്ല, പണി പാളി. 4 ഇല്ല, 5 ഇല്ല, 6 ഇല്ല, 7 ഇല്ല. എൻ്റെ ദൈവമേ, ഒരു സാധനം ഇല്ലാതായി പോയല്ലോ. ആടിപ്പൊളി. നൈസ്. ഇതിനെന്താ നമ്മുടെ മലയാളത്തിലുള്ള തെരണ്ടിയോ? എന്നാ തെരണ്ടി അല്ലേ? അത് കളിക്കല്ലേ, അത് പൊളിച്ച്. തിരിച്ചുവിടുവോ? തിരിച്ചുവിടുവോ? ഇനി ഡേഞ്ചർ അതിന്റെ വാല്. ബൈ ബൈ, സീ യു. വാ, അടിപൊളി. ഇതാണ് എക്സൈറ്റ്മെന്റ്. ഈ എക്സൈറ്റ്മെന്റ് ആണ്. ഇത് തന്നെ മീൻ കിട്ടരുത്. അല്ല, മീൻ എന്താണ് ഉണ്ടാവുന്ന നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ. ഒന്ന് പോയി. അയ്യോ, 1 2 3 4 5. സ്നാപ്പറാണോ? ആ, ഓക്കെ ഓക്കെ, സ്നാപ്പർ. വാവ്, 1 സ്നാപ്പർ. അത് അത്യാവശ്യം വലിപ്പമുണ്ട്. ഓ, അടുത്ത ഇല്ല കേട്ടോ. സ്നാപ്പർ. ഞാൻ അടുത്തതിലില്ല കേട്ടോ. അതൊരുമാതിരി. ഇതെല്ലാം നമുക്ക് നഷ്ടമായല്ലോ ജോമി ചേട്ടാ. അയ്യോ, അല്ല, ഈ ഇതെല്ലാം ഒരെണ്ണല്ലേ വന്നുള്ളൂ ഇപ്പം. ആ, എക്സൈറ്റ്മെന്റ് ഒക്കെ പോയിട്ടോ. ശേ, അതെന്നാ സാധനം? ഇതെന്നെ സാധനം സ്റ്റാർ ഫിഷ് കണ്ടല്ലേ? ആവു, ഇത് മറ്റേ ഇതല്ലേ? ഇത് സ്റ്റാർ ഫിഷ് അല്ലേ? ആ, ഉണ്ട് ചോദിച്ചതാ. ഉണ്ട്. ആ, സ്നാപ്പർ. വാവ്, അടുത്ത സ്നാപ്പർ. ജോമിച്ചോട്ടെ, അടുത്ത സ്നാപ്പർ. അല്ല, സ്നാപ്പർ അല്ല, ഇത് വേറെന്താ കണ്ടാ? ട്രിവേലി അല്ലേ ഇത്? അല്ല, ഇനിയുണ്ടല്ലോ.
തീർന്നോ സംഭവം കഴിഞ്ഞോ? ആയി കാണുമായിരിക്കും അല്ലേ? അല്ല ഒന്നുമില്ലാതെ വീട്ടിൽ പോകണ്ടായി സത്യം. ഇവിടെ വന്നിട്ടുണ്ട്, ഇവനിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ആ മീൻ 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 ഫിഷ്. സ്മോൾ വൺ. രണ്ട് മീൻ പിടിച്ചു. ഞാൻ പറഞ്ഞില്ല എന്തോ ഒരു പിടിക്കുന്നുണ്ടായിരുന്നു എനിക്ക്. എന്താ സാധനം? ഇതാണോ മറ്റേ സീവീഡ്? ആ ഓക്കെ ഓക്കെ, ഇത് സീവീഡ്. ഓ ഇതാണല്ലോ. ജോമിച്ചേട്ടൻ തകർത്തു. ജോമിച്ചേട്ടൻ തകർത്തു. കുറേ നെറ്റ് ഇതായിട്ടുണ്ടല്ലോ. ഓ വള്ളി ജോമിച്ചേട്ടൻ ഞാൻ പിടിക്കാതെ. കുഞ്ഞു പറഞ്ഞ കൂടെ കിട്ടി. വയറ് ചെറുതാന്ന് തോന്നുന്നു അല്ലേ? പിടിക്കോ? ഞങ്ങൾ ആരും തന്നെ അത്ര ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരൊന്നും അല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് അധികം മീനുകളൊന്നും കിട്ടിയില്ല. എല്ലാവർക്കും തന്നെ പങ്കിട്ടെടുക്കാൻ മാത്രം, ഓരോന്നെടുക്കാൻ മാത്രം മീനുകൾ ഞങ്ങൾക്ക് കിട്ടിയുള്ളൂ. ഇവിടുത്തെ ഞങ്ങളുടെ ചിലവ്, ഈ ബോട്ടിങ്ങിന് പോയതിന് ഞങ്ങൾക്ക് ചിലവ്, ഞങ്ങൾ 6 മണിക്കൂറത്തിനാണ് ബോട്ട് എടുത്തത്. ഞങ്ങൾക്ക് $2000 2000 എന്ന് വെച്ചാൽ ഏകദേശം നമ്മുടെ നാട്ടിലൊരു 1,00,000 രൂപ അത്ര ഞങ്ങൾക്ക് ചിലവായതിനു വേണ്ടി. അപ്പം നമുക്കിനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.